വിശ്വപ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയ്ക്ക് തുടക്കം. തിരുവാറന്മുള ക്ഷേത്രത്തിൽ സെപ്റ്റംബർ 16 വരെയാണ് ഇത്തവണത്തെ വള്ളസദ്യ. 10 പള്ളിയോടങ്ങൾക്കായിരുന്നു ആദ്യ ദിനമായ ഇന്നത്തെ വള്ളസദ്യ. വിവിധ കരകളിൽ നിന്നുള്ള പള്ളിയോടങ്ങളെ വഴിപാടുകാർ ക്ഷേത്രക്കടവിൽ സ്വീകരിച്ചു. ആചാരപരമായി വഞ്ചിപ്പാട്ടിന്റെ അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക്. ഉച്ചപൂജയ്ക്ക് ശേഷം ക്ഷേത്ര ശ്രീകോവിലിലെ കെടാവിളക്കിൽ നിന്ന് മേൽശാന്തി പള്ളിയോട സേവാ സംഘം ഭാരവാഹികൾക്ക് കൊടിമരച്ചുവട്ടിൽ ദീപം കൈമാറി. തുടർന്ന് ആനക്കൊട്ടിലിൽ ദീപം കൊളുത്തി തൂശനിടയിൽ വിഭവങ്ങൾ വിളമ്പി. ദേവസ്വം മന്ത്രി കെ മുരളീധരൻ വള്ളസദ്യയോടനുബന്ധിച്ച് പള്ളിയോട സേവാ സംഘം സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മുഖ്യ അതിഥിയായി. ഇതേസമയം സദ്യാലയങ്ങളിൽ വിഭവങ്ങൾ വിളമ്പി വള്ളസദ്യ ആരംഭിച്ചു. 44 വിഭവങ്ങൾ ഇലയിലും പാടിച്ചോദിക്കുന്ന മുറയ്ക്ക് 20 വിഭവം കൂടി വഴിപാടുകാർ വിളമ്പി നൽകി. സുരേഷ് ഗോപി ഉൾപ്പെടെ 10 വഴിപാടുകാരുടെ സദ്യയാണ് ഇന്ന് നടന്നത്. ഇത്തവണ 56 ദിവസം വള്ളസദ്യ ഉണ്ടാകും. 500ഓളം വള്ളസദ്യകൾ ഇതിനോടകം ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ഇപ്രാവശ്യം ഞങ്ങളുടെ 500-ൽ പരം വള്ളസദ്യകൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്ന് പറയാൻ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ നിരന്തരമായി ഭഗവാന്റെ ഇതിന് വേണ്ടിയിട്ട് പ്രീതി ലഭിക്കുവാനും ഭഗവാന്റെ അഭീഷ്ട സിദ്ധിക്കായി ഓരോ ഭക്തജനങ്ങളും നേരുന്നതാണ്. കീഴ്ച്ചേരിമേൽ, തെക്കേമുറി, കൊടികാട്ടുകര, തോട്ടപ്പുഴശ്ശേരി, മല്ലപ്പുഴശ്ശേരി, പൂവത്തൂർ പടിഞ്ഞാറ്, തെക്കേമുറി കിഴക്ക്, മേലുകര, ഇടശ്ശേരിമല, ചെറുകോൽ തുടങ്ങിയ പള്ളിയോടങ്ങളാണ് ആദ്യ ദിനത്തിൽ വള്ളസദ്യ നടത്തിയത്. ജനം, ആറന്മുള.